ഏതാനും പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി. ബീർബലിനോടായി ചക്രവർത്തി പറഞ്ഞു, ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ആ കാഴ്ച കണ്ട് അമ്പരന്നുപോയി. എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ കുട്ടികളും വൃദ്ധരുമുണ്ട്, വീട്ടമ്മമാരും അലക്കുകാരികളുമുണ്ട്, കൃഷിക്കാരുണ്ട്, ആക്രിക്കാരുണ്ട്, കാലിമേയ്ക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഗുമസ്തന്മാരുണ്ട്, ആധാരമെഴുത്തുകാരുണ്ട്, സാധാരണക്കാരുണ്ട്, സന്യാസിമാരുണ്ട്, കൂടാതെ മറ്റനേകം പേർ വേറെയുമുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ചക്രവർത്തി ഗർജിച്ചു. ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ്. അതിന് രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു. എന്തിനാണിത്? ചക്രവർത്തി, ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത്, ബീർബൽ പറഞ്ഞു. തുടർന്ന് ചോദിച്ചു, മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ? ഇല്ല. അതും ഇതുമായി എന്ത് ബന്ധം? ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു. തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ അങ്ങേക്കറിയാമോ? അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ കറ കളയാൻ? തീർച്ചയായും ഇല്ല, അക്ബർ പറഞ്ഞു. ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ? പാഴ്വസ്തുക്കളിൽ നിന്ന് പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ? പച്ചപ്പുൽമേടുകൾ എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കാനാകുക എന്നറിയാമോ? അതുമല്ലെങ്കിൽ കയ്യെഴുത്ത് ഒരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയെന്ന്? ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടമില്ല, കോപം കൊണ്ട് ചുവന്നു തൊടുത്ത ചക്രവർത്തി ആക്രോശിച്ചു. അപ്പോൾ തിരുമനസ്സേ, ബീർബൽ ശാന്തനായി പറഞ്ഞു, ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ചിലതറിയാം. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്, കുറച്ചറിവുമുണ്ട്, ചില പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും. അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും. ബീർബൽ അർത്ഥമാക്കിയത് എന്താണെന്ന് ഇപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹം താടി തടവി ഒന്ന് ചിരിച്ചു. അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ ബീർബൽ? ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ്. മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. ആൾക്കൂട്ടത്തിന് നേരെ നടന്നു ചെന്ന് ബീർബൽ ഒരു വൃദ്ധയുടെ കൈപിടിച്ചു. അദ്ദേഹം വൃദ്ധയെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നയിച്ചു. മഹാനായ ചക്രവർത്തി, ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. വൃദ്ധ ചക്രവർത്തിയെ വന്ദിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ബുദ്ധിമാനറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം. വൃദ്ധയുടെ വാക്കുകളുടെ ലാളിത്യം കണ്ട് അക്ബർ ചക്രവർത്തി വിനയാന്യുതനായി. വൃദ്ധയെ തലകുമ്പിട്ട് വന്നിച്ച അക്ബർ ബീർബലിനോട് പറഞ്ഞു, ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ? ബീർബലിൻ്റെ മറുപടി ഇതായിരുന്നു. ഇവർ ആ വൃദ്ധ ആരായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്?